അല്ല മോട്ടിയെ എന്താ ഇജ്ജ് ഇവിടെ ആറ്റിക്ക് പോയിക്കോ. ഒന്നുമില്ല, ഞാൻ ഇവിടെ വെറുതെ ഈജിപ്പ് എന്തിനാ ഈ പുറത്തു നോക്കി നിൽക്കണത്? അനക്ക് അകത്ത് വന്നിരുന്നൂടെ? എന്താണ് നാസർപ്പ, എത്ര ദിവസമായി ഇവിടെ പോയിട്ട്? എന്താ ആല് ഇങ്ങനെ നടന്നാ മതി ഉത്തരവാദിത്തല്ലാതെ? എന്റെ പൊന്ന് വല്യാക്കേ, ഞാനേ വെറുതെ നടക്കുന്നില്ല. എന്റെ 2 ചങ്ങായിമാരെ ഒരു പുതിയ സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് തിരക്കിലാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന, എനിക്ക് നിൽക്കാനൊന്നും നേരല്ല, പെട്ടെന്ന് പോവും വേണം. എനിക്കറിയാൻ്റെ തിരക്ക്. ഇത് കുറെ കാലമായില്ലേ സിനിമ എടുക്കാൻ പോലും തുടങ്ങിയിട്ട്. എന്താ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്? എനിക്കിപ്പോ അത്രയും തിരക്കാണെങ്കിലേ എന്തിനോട് പോകുന്നു? എനിക്ക് അവിടെ ഒന്നുകൂടെയോ? അല്ല, ഞാനിപ്പോ എന്താ പറയാൻ പോകണെന്നുള്ളത് വല്യാക്കൂനും അറിയാം, ചെറിയാക്കൂനും അറിയാം. കുറെ പ്രാവശ്യങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ഉമ്മ ഇപ്പം മരിച്ചിട്ട് ഇപ്പൊ കുറച്ചായില്ലേ. നമുക്ക് ഈ മുതലൊക്കെ ഒന്നേ ഊരിയേക്കണ്ടേ? എനിക്കിപ്പോ സ്വത്തും ഭാഗം അല്ലേ? ഈ കുടുംബത്തിനെ പറ്റി വല്ല ഉത്തരവാദിത്വം എടുക്കണ്ടടാ. നമ്മളെ മോളിട്ട് സുഖമില്ലാക്കുകയാണ്. ഓളെ പറ്റി വെപ്പളി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കബീർ അതിനെ എത്ര സഹായിച്ചു? അത് കണക്ക് നോക്കിയിട്ടൊന്നല്ല, ജോ കോണ്ട എല്ലാം നശിപ്പിച്ചു. അല്ല വല്യൊക്കെ, സ്വത്ത് എപ്പോഴും ഭാഗം വെക്കണ്ടേ? എനിക്ക് അവകാശപ്പെട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞു മോൾട്ടി, അതിനിപ്പോ ഞാൻ എന്താ കാട്ടണോൾ അങ്ങനെ ആയേന്? അതിന് കാരണേ നിങ്ങൾ ഉപ്പൻ തന്നെയാണ്. എടാ, ഇച്ചു ദൂരേക്കണം തന്നെ ആഗ്രഹം. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ കബീറിനോട് പലപ്പോഴും പറഞ്ഞാണ്. അപ്പൊ ഓൻ പറയും കാക്ക പിന്നെ ചെയ്യുക, അവൻ മോട്ടിവിടെ സുഖമില്ലാക്കല്ലേ. പിന്നെടാ, ഇതിന്റെ ഒരു രേഖന്റെ അടുത്തില്ല. പാപ്പേ എല്ലാ വക്കീലേൽപ്പിച്ചിക്ക. ജയ് കബീറിനോട് കണ്ട് സംസാരിച്ചോളാം.